അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് റിവോൾട്ട് RV400 ബൈക്കിൻ്റെ ടയർ ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മളിതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ടയർ മാറ്റിയതാണ്. കമ്പനി ടയർ 90-80-17 എന്നുള്ള MRFൻ്റെ ടയറായിരുന്നു വന്നിരുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു 20,000 കിലോമീറ്ററാണ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ 80-100-17 എന്നുള്ളൊരു സൈസാണ് ഇട്ടിരുന്നത്. കുറച്ച് ഉയരം കൂടും, വീതി കുറയും. അപ്പോൾ നമ്മുടെ പോളയിലൊക്കെ കല്ലൊക്കെ വരഞ്ഞ ഒരു അടയാളമൊക്കെയാണ് അതിൻ്റെ കാണുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഈ ടയർ ഊരിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് കഴിഞ്ഞിട്ടുണ്ടോ അതേപോലെ നമുക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈഡിൽ 2 നെറ്റ് 12-2 വോൾട്ട് അയച്ചിട്ട് നമുക്ക് അങ്ങനെ മാറ്റാവുന്നതാണ്. നമുക്ക് ചെക്കൊക്കെ ചെയ്യണമെങ്കിൽ ടയർ ഒന്ന് ജസ്റ്റ് ഊരി നോക്കിയാൽ മതി. ഒരുവിധം പെട്ട കടയിലൊന്നും നമ്മൾ ഈ കമ്പനി ടയർ, അതായത് 90-80-17 ഡയമെൻഷനിലുള്ള ടയർ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം 90-17 എന്നുള്ള ഒരു അപ്പോളൻ്റെ ടയറാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇതും പറഞ്ഞ പോലെ കുറച്ച് ഉയരം കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പോളയിൽ കല്ലൊക്കെ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാലും ഒന്ന് തേഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എയറൊക്കെ ഒന്ന് 25-ലൊക്കെ വെക്കുമ്പോൾ വലിയ പ്രയാസമല്ല. അല്ലെങ്കിൽ നമ്മളൊരു 28 വരെയൊക്കെ ടയറിൽ എയർ വെക്കുക. 28ആണ് കമ്പനി പറയണത്. 2 പേരെ വെക്കുകയാണെങ്കിൽ, ഒരാൾ ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ 25 PSI വെച്ചാൽ മതി എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ നമ്മൾ ടയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയണത് മെഷീനായിട്ടുള്ള കടകളിൽ തന്നെ പോവുക. മറ്റേ മാനുവലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ എയർ ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മെഷീനാകുമ്പോൾ അതിൻ്റെ രൂപത്തിൽ അത് അങ്ങനെ കയറി സ്മൂത്തായി പോയിക്കോളും. അപ്പോൾ അങ്ങനെ മെഷീനുള്ള കടകളിൽ നിന്ന് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അത് നമ്മൾ ഇനിയിപ്പോൾ ഒരു നിവർത്തിയില്ലെങ്കിൽ നമുക്ക് സാധാ മാനുവലായിട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ടയറിൻ്റെ എഡ്ജിൻ്റെ ഒക്കെ ലൈഫ് അല്ലെങ്കിൽ ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുന്നുള്ളൊരു പ്രയാസമുണ്ട്. ഇതിൽ നമുക്ക് ഒരു നിവർത്തിയില്ലെങ്കിൽ നമ്മൾ 80-100-17 ഇട്ടാലും 90-17 ഇട്ടാലും നമ്മളെ വണ്ടിയിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഈ കല്ലടിക്കണ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ, അതായത് നമ്മൾ റബ്ബറൈസർ റോഡ് അല്ലെങ്കിൽ ദാർട്ട് റോഡിലൂടെ മാത്രം ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ആ ടയറിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം നമ്മളെ മണ്ണുള്ള റോഡിലൂടെയും എല്ലായിടത്തുകൂടിയും പോകണതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കല്ലടിക്കുന്ന ഒരു പ്രയാസം വന്നിരുന്നു. പക്ഷേ അതിപ്പോൾ ഏകദേശം നമ്മൾ കുറച്ചുകൊണ്ട് ഓടിയതിൻ്റെ ശേഷം കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. എന്നാലും കല്ല് കൊടുക്കുമ്പോൾ പോളയിൽ വരുന്ന സൗണ്ട് നമുക്ക് നല്ലോണം കേൾക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ടയർ മാറ്റിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇരുമ്പുഴി പറഞ്ഞൊരു സ്ഥലത്ത് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഷോപ്പിൽ നിന്നാണ്. 1600 രൂപയാണ് ടയർ മാറ്റാനും അതേപോലെ ഫിറ്റിങ്ങിനും കൂടി നമുക്ക് ചാർജ് വന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ടയറൊക്കെ മാറ്റി വണ്ടിയിൽ ഫിറ്റ് ചെയ്യണ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഈ ഫ്രണ്ടിൽ നമുക്ക്, അതായത് ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഉള്ള വണ്ടികളാണെങ്കിൽ വലിയ പ്രയാസമില്ലാതെ തന്നെ മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ ജാക്കിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒന്ന് സൈഡിലേക്കൊക്കെ ചെരിച്ചൊക്കെ പിടിച്ച് മാറ്റേണ്ടി വരും. എൻ്റെ വണ്ടിക്ക് ഞാൻ എക്സ്ട്രാ സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ മാറ്റാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഈ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനി എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളത് നമുക്ക് ഈ ടയർ ഇട്ട് ഓടിക്കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ. നമ്മൾ ഒരു 20,000 കിലോമീറ്ററൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അത്യാവശ്യം വെയിറ്റുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വെയിറ്റ് അനുസരിച്ച് ടയറിൻ്റെ തേയ്മാനവും അതിൻ്റെ റൈഡിങ്ങിൻ്റെ ഇതൊക്കെ അനുസരിച്ച്, ടെറൈനൊക്കെ അനുസരിച്ച് ടയറിൻ്റെ തേയ്മാനം മാറും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.